ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈസ്റ്റർ പ്രമാണിച്ച് എനിക്ക് കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കിട്ടിയ പാടെ ഉച്ചയ്ക്ക് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ളത് ഇക്കാക്ക് രാത്രി ചൂടാക്കി വെച്ചതാണ്. പിറ്റേന്ന് രാവിലെ സൂംബക്ക് പോയതാണ് കേട്ടോ. പിള്ളേരെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലാണ്. അങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാനൊരു പനീർ സാൻഡ്വിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പനീർ കുറേ ദിവസമായിട്ടാണ് ഫ്രീസറിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് ഇറക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഫ്രഷ് പനീർ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. അതൊരുപാട് പ്രസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, പെട്ടെന്ന് തന്നെ പൊടിയായിട്ട് വരും. അപ്പോൾ ഞാൻ തൊട്ടപാടെ തന്നെ അത് ഇങ്ങനെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്യും. അപ്പോൾ ആദ്യം വേണ്ടത് ഹങ്കേർഡാണ് കേട്ടോ. തൈര് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു 10-20 മിനിറ്റ് ഒരു അരിപ്പയിൽ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മസ്റ്റാർഡ് സോസ്, കുറച്ച് കെച്ചപ്പ്, സോൾട്ട്, പെപ്പർ, ഇത്രയാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് നമ്മുടെ പൊടിച്ച പനീർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒനിയനും ക്യാരറ്റും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ പറയണത്. പക്ഷേ ടോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ചിക്കനും ഒക്കെ ഫില്ലിംഗ് ഒക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ പനീർ അത്ര വലിയ ടേസ്റ്റ് തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടറിൽ എന്തായാലും ടോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പിള്ളേർക്ക് കൊടുക്കണം. ഇക്ക മാത്രം വാവ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണിത്. കാരണം പനീർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. എന്തായാലും ഇന്നിത് ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് തന്നെ കൊടുക്കാമെന്ന് ഞാനും ഉള്ളിലൊരു വാശി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ്. അങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളും പനീറിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്ക് ചെയ്യാതെ കഴിക്കാൻ പറ്റിയ എല്ലാ വെജീസും ഇട്ട് കൊടുക്കാം, നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്യുക, ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരുപാട് ടേസ്റ്റ് പ്രതീക്ഷിക്കരുത്, പക്ഷെ നല്ല ഹെൽത്തിയാണ്. എന്തുകൊണ്ടോ എൻ്റെ മക്കളും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തോ ഓൺലൈൻ ക്ലാസ്സിലിരുന്ന് നല്ല വിശന്നിട്ടായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത്. ഞാനും സൂംബ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു മട്ടിലായിരിക്കും ഞാനും കയറി വരിക. പിന്നെ ബുൾസയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡിൽ ഉച്ചക്കത്തേക്ക് എന്താണെന്നാണ് കേട്ടോ. കാരണം ഞാൻ ഇന്നൊന്നും വാങ്ങിയൊന്നും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ സൂംബ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഡ്രൈ ദിവസമാണ് കേട്ടോ. ഒന്നും ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ചാണ് കേട്ടോ നമ്മുടെ പേളിമാണിട്ട് ടൊമാറ്റോ റൈസ്. അങ്ങനെ ആലോചിച്ച് അത് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ മനസ്സ് ഫിക്സ് ചെയ്തു. ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് ആലോചിക്കുമ്പോഴാണ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനല്ല പാട്, അത് ആലോചിച്ച് കൺഫേം ചെയ്യാനാണ് പാട്. അപ്പോൾ ഇക്കതേ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ എല്ലാവർക്കും ഫുഡ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീസി ഓംലേറ്റ് ആണെങ്കിൽ പിള്ളേരും കഴിച്ചോളും. അപ്പോൾ അതും ബ്രെഡും എല്ലാം സെറ്റാക്കി ഇതേ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കടന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ആണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ചെറിയ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി, തക്കാളി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ കുറച്ച് കൂടുതൽ വേണം, നല്ല പഴുത്തതും ആയിരിക്കണം. ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിൽ. അപ്പോൾ അതും അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും എല്ലാം കുറേശ്ശെ മതി കേട്ടോ. ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയുടെ പച്ച ചുവന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നട്ട്സും മല്ലിയിലയും പുതിനയിലയും ആണ് കേട്ടോ ആവശ്യമുള്ളത്. അതൊക്കെ വഴറ്റി സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജീരകശാല റൈസ് എത്രയാണോ ആവശ്യം അതിട്ടിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ഒരു 2-3 മിനിറ്റ്. ഞാനൊരു 3 ഗ്ലാസ്സാണ് എടുക്കുന്നത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഓൾറെഡി കെറ്റിൽ ഞാൻ തിളപ്പിക്കാൻ വെക്കും. അതിന് ശേഷമാണ് അരി വറുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് കണക്ക് വെള്ളം ഒഴിച്ചിട്ട്
മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പെയറായിട്ട് എന്ത് വേണമെങ്കിലും പോവും. ചിക്കൻ ഫ്രൈയോ ചെമ്മീൻ ഫ്രൈയോ മുട്ട ചിക്കിയതോ അല്ലെങ്കിൽ തൈരോ എല്ലാം അടിപൊളിയാണ്. ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു റൈസിന്. ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് കണ്ട സമയത്ത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫാനായി. ഒരുപാട് പേരുണ്ടാക്കി യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പേളിമാണിയുടെ ടൊമാറ്റോ റൈസ് ഒരു 1 ടൈം എങ്കിലും ട്രൈ ചെയ്തോട്ടോ. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ മാത്രം ഒരു 1 പോട്ട് ഡിഷ് പോലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു വീക്കെൻഡ് പുറത്തേക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ രാത്രി ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ദുബായിൽ വന്ന സമയത്ത്, അതായത് കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നത് 2010-ലാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വിരുന്ന് തന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്, സീലാൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടുത്തെ ഒരു ഫാനാണ് കേട്ടോ ഞങ്ങൾ. പ്രത്യേകിച്ച് സീ ഫുഡ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. ഞാനെപ്പോഴും വെറൈറ്റി ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് കുറേ നോക്കും, റീൽസ് നോക്കാറുണ്ട്, കുറേ സേവ് ചെയ്ത് വെക്കാറുണ്ട്, പിന്നെ ഗൂഗിൾ നോക്കാറുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് പോയ സ്ഥലത്ത് തന്നെ ഫൈനൽ എത്തിച്ചേരും. അങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര പുറകോട്ടാണ് കേട്ടോ. എനിക്ക് തീരെ ഐഡിയ കിട്ടാറില്ല എവിടെ പോയി കഴിക്കണം അല്ലെങ്കിൽ ഏത് ഫുഡ് ട്രൈ ചെയ്യണം. എപ്പോഴും കഴിച്ച ഫുഡ് തന്നെ പിന്നെയും കഴിക്കുന്നൊരു സിസ്റ്റത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പിന്നെയും പോവാറ്. ഇക്കാക്ക് നോക്കാൻ ടൈമില്ല, ഞാൻ നോക്കിയാലും എനിക്കൊരു ഐഡിയയും കിട്ടാറില്ല. അങ്ങനെ കുറേ നാളായി അവിടെ പോയിട്ട് ഇന്ന് അപ്പോഴാണ് കേട്ടോ ഓർത്തത്. അങ്ങനെ എന്തായാലും സീലാൻഡ് തന്നെ പിടിച്ചു. എപ്പോഴും കഴിക്കാറുള്ള സീ ഫുഡ് പ്ലേറ്റർ തന്നെ ഓർഡർ ചെയ്തു. പക്ഷെ പിള്ളേരൊക്കെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ അവർക്ക് വിശക്കുന്നില്ല, കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം പാഴ്സൽ എടുത്തിട്ട് പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇവിടെ എന്തായാലും പിറ്റേ ദിവസം പിള്ളേരത് കഴിച്ചോളും. അപ്പം കഴിച്ചില്ലെങ്കിലും പിന്നെ എപ്പോഴാണെങ്കിലും കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം ഡിന്നറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അൽഫലാജിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി കക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിന് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുത്തത്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വഴണ്ടി വന്നു കഴിയുമ്പോൾ എല്ലാ പൊടികളും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ പാകത്തിനനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ ഒരു പഴുത്ത തക്കാളി ചെറുതെടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കക്ക് നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പറ്റിച്ചെടുക്കുന്നതാണ് എന്നാൽ. അപ്പോൾ അത് വെള്ളം പറ്റി വരാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം ഒന്ന് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്യാബേജും ക്യാരറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ മീഡിയം ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടും. എപ്പോഴും ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരേപോലെ കിട്ടാറില്ല കേട്ടോ. പല പല ഷേപ്പിലാണ് സംഭവം കിട്ടാറ്. അപ്പോൾ അതിന് പറ്റിയൊരു എളുപ്പ വഴിയാണ് കേട്ടോ ഇത്. ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പണി കഴിയും. ഞാൻ മിക്സിയുടെ ജാറിൽ പതുക്കെ ഒന്ന് ബാക്കിലേക്ക് അടിച്ചടിച്ചാണ് ഈ ഒരു രീതിയിലാക്കി എടുക്കുന്നത്. ഞാനെപ്പോഴും ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. 2-3 ചോപ്പറൊക്കെ വാങ്ങിയെങ്കിലും എനിക്കതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. എനിക്ക് കറക്റ്റായിട്ട് ഇത് വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ഫോമിലാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് സെറ്റായി വന്നപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാളത്തേക്ക് ദോശമാവാണ്. അപ്പോൾ ദോശക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, കുറച്ച് ഉലുവ, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കും. കുറച്ച് ചോറും ആഡ് ചെയ്യും. ചോറ് ഒരു 1/4 കപ്പ് അത്രയൊക്കെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ പരുവത്തിലാണ് അടിച്ചെടുക്കുന്നത്, കുറച്ച് വെള്ളത്തിൽ. സുജാതയുടെ മിക്സി ആണെങ്കിൽ 2ാമത്തെ മിക്സിയുടെ ജാറാണ് കേട്ടോ എപ്പോഴും അരഞ്ഞ് വരാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിന്ന് അത് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വലിയ മിക്സിയുടെ ജാർ എടുത്തത്. കുട്ടികൾക്ക് ചോറാണ് കേട്ടോ കൊടുത്തേക്കാകെ, ചപ്പാത്തി ഉണ്ട്. അങ്ങനെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കഴിച്ചിരിക്കുമ്പോഴാണ് ഇക്ക താഴേക്ക് വിളിച്ചത് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ഒരു വിളിയുണ്ട്, ഐസ്ക്രീം കഴിക്കാൻ പോവാമെന്നും പറഞ്ഞിട്ടുള്ളൊരു വിളിയാണ്.
നമ്മുടെ തൊട്ടടുത്ത് തന്നെ മെക്ഡൊണാൾഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 1 ദിറംസ് ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഇവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഞാൻ അങ്ങനെ ഒരു ഐസ്ക്രീം ഫാനൊന്നും അല്ല, എനിക്ക് സ്വീറ്റിനോട് പൊതുവേ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടി പുറത്തൊക്കെ പോയി ഇത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ വന്നത്. അപ്പോൾ നാളെ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. ഹംദാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഹാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും നാളെ വരുന്നുണ്ട്. അപ്പോൾ അവരൊരു ഉച്ചയാകുമ്പോഴാണ് കേട്ടോ എത്തുന്നത്. ഒരാൾ രാവിലെ എത്തും. അപ്പോൾ അവർക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനും കുറച്ച് ഐസ്ക്രീമും പിന്നെ മന്തി ഉണ്ടാക്കാനായിട്ടാണ് വിചാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ അതിനൊക്കെ ആയിട്ട് രാത്രി തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രാൻഡിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു സമാധാനമാണ്. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സ്കൂള് കാര്യങ്ങളൊന്നുമില്ല. മദ്രസയാണെങ്കിലും ഹാറൂന് ഓൺലൈനാണ്. അപ്പോൾ ഉച്ചയ്ക്കാണ് അവർ ലഞ്ചിനാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ രാത്രിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഈസി മന്തി ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ മാത്രമേ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ. ഇക്കാക്ക് ചിക്കൻ്റെ സ്റ്റോക്കിൽ തന്നെ റൈസ് വേവിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അത് ആൾക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതല്ലെങ്കിൽ വലിയ ഇഷ്ടമല്ല മന്തി ഇങ്ങനെയല്ല ഉണ്ടാക്കണേന്ന് പറയും കേട്ടോ. ഈ ആണുങ്ങൾ കുക്കിംഗ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. കുക്കിങ്ങിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ആളുകളാണെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതിലെന്താ ആഡ് ചെയ്തേക്കുന്നത്, അത് ആഡ് ചെയ്തിട്ടാണോ ഇത് ആഡ് ചെയ്തത്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്ക് ഇതിൻ്റെ എല്ലാം അറിയാവുന്നത് കൊണ്ട് വേറെ റെസിപ്പികളൊന്നും ആൾക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് ഒരുപാട് പേരുണ്ടാക്കി ഇഷ്ടമുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പണി കഴിയും. ഈ പറഞ്ഞോണം റൈസ് ചിക്കൻ്റെ സ്റ്റോക്കിലല്ല വേവിച്ചെടുക്കുന്നതെന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ചിക്കൻ വിത്ത് സ്കിന്ന് മന്തി കട്ടാണ് കേട്ടോ പറയേണ്ടത്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്, 1 കപ്പ് ഓയിൽ, അത് നിർബന്ധമാണ് കേട്ടോ. അതാണ് ഫുള്ള് റൈസിന് ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫുഡ് കളറ്, ഡ്രൈഡ് ലെമണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കുക. ആ സമയത്ത് ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അത് കുറച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ, നമുക്ക് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈസ് സെപ്പറേറ്റ് നോർമൽ വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതൊരു 90% കുക്കാക്കിയാൽ മതി. ചിക്കൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഹാഫ് കുക്കായിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി കുറച്ച് വലിയ ടൈപ്പ്, ഒരുപാട് എരിവില്ലാത്തത് ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മുടെ മുകളിൽ ഒന്ന് കുത്തി കൊടുക്കുക. കാരണം അത് ദമ്മിലിട്ടെടുക്കുമ്പോൾ ആ ഒരു റൈസിന് ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക്, പിന്നെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ കലക്കിയിട്ട് അതും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്മോക്ക് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ആവിയിട്ടിടുക കേട്ടോ. നല്ലൊരു ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം മാത്രം, റൈസ് ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കണം. എൻ്റെ റൈസ് കുറച്ചൊന്ന് വേവ് കൂടുതലായിരുന്നു കേട്ടോ. ഇത്രയും പോലും വേവിൻ്റെ ആവശ്യമുള്ള ഒരു 80% വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ മുകളിൽ കിടന്നിട്ട് ബാക്കി സെറ്റായി. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഹാറൂന് മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾ മദ്രസ ക്ലാസ്സിലിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട് എത്തിയിട്ടില്ല. ഹംദാൻ്റെ ഫ്രണ്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഫാദർ ഇറങ്ങിയപ്പോൾ കൂടെ തന്നെ ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ വന്ന പാടെ ജ്യൂസൊക്കെ കൊടുത്ത് അവർ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദമ്മടിയിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈസ് എല്ലാം മുകളിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഒഴിച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഇതിലായാലും മതി. പിന്നെ ഗ്രീൻ ചില്ലിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു, സ്മോക്ക് ചെയ്തു. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു താളത്തിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടൊമാറ്റോ ചട്നി, കുറച്ച് കുക്കുംബർ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടവും ഒക്കെ ആയിട്ട് സംഭവം സെറ്റാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹാറൂൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. ആള് തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ. ഹംദാൻ്റെ ഫ്രണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹാറൂൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഈ ബിൽഡിങ്ങിലുള്ള മൊത്തം നൈബേഴ്സും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആളെ പരിചയപ്പെടാനും ഒക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം ഹൈഡ് ആൻഡ് സീക്കും അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവരും പോയി. ഒരു നൈബർ മാത്രം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതേ മന്തിയൊക്കെ കഴിക്കുകയാണ്.
അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറേ ഊണോ കാർഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുട്ബോളിൻ്റെ കുറേ കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പുറത്തേക്ക് എടുത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ബാൽക്കണിയിൽ. ഹംദാനും ഫ്രണ്ടും എന്തൊക്കെയോ ടിവിയും ടാബും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ നേരത്തെ കളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് എല്ലാവരും എന്തേ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയിട്ടാണ് ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാവരും വരുന്നത് മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ. പിന്നെ കളിയും അത് കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോഴും ആർക്കും പോകണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ കുറേ ഫ്രണ്ട്സും പാർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് പോകണമെന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ. എന്താണ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും സമയമായില്ലേ, ഡിന്നറൊക്കെ കഴിച്ചിട്ട് വിടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ വന്ന പാടെ ഐസ്ക്രീമും പിന്നെ കുറച്ച് ജ്യൂസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ടി വിയും ഒക്കെ കണ്ട് ഹോളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഒരു 1.5 പാക്കറ്റ് പാസ്തയാണ് കേട്ടോ, ഞാൻ പെന്നെ പാസ്തയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിച്ച് അതിലേക്ക് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ, അതല്ലെങ്കിൽ ഓവർ കുക്കായി പോവും. അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ബട്ടറിലേക്ക് കുറച്ച് മൈദ 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ച് കുറുക്കി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. പിന്നെ അതിലേക്ക് ഒറിഗാനോ, മിക്സഡ് ഹെർബ്സ്, സോൾട്ട്, പെപ്പർ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാപ്രിക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കി എടുക്കണം. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബ്രസ്റ്റ് പീസ് വളരെ കുറവായിരുന്നു. ഇത്രയും പാസ്തക്കുള്ള ചിക്കനൊന്നുമില്ല, എന്നാലും അതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാനിൽ ഓയിലും ബട്ടറും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ഗാർലിക്കും ഒനിയനും ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി നന്നായിട്ട് വഴറ്റി പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പാസ്തയും അതേപോലെ വൈറ്റ് സോസും പിന്നെ മൊസറല്ല ചീസൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി പാസ്ത റെഡിയാവും. അപ്പോൾ ഈ ഒരു ദിവസം ഭയങ്കര ഒരു ക്രൂഷ്യൽ ഡേ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഫ്രണ്ട് ഡെലിവറി പെയിനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, 10 ദിവസം മുമ്പ് തന്നെ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വൈകുന്നേരം വരെ നോക്കിയെങ്കിലും ഒരുപാട് പെയിനും കാര്യങ്ങളും വിചാരിച്ച പോലെ വരാത്തതുകൊണ്ടും പിന്നെ സമയം ആവാത്തതുകൊണ്ടും ഒക്കെ ഡിസ്ചാർജ് ആവുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേട്ടോ ഞങ്ങളിരുന്നത്. പക്ഷേ രാത്രി ആയപ്പോഴത്തേനും കോള് വന്നു, ഡെലിവറി കഴിഞ്ഞു, ബോയ് ബേബി ആണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ആളൊന്ന് കാണാനായിട്ട് ഇങ്ങനെ ഭയങ്കര വെയിറ്റിങ്ങും കൂടിയായിരുന്നു. അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി, പിള്ളേർക്കൊക്കെ കൊടുത്തു. അവരുടെ പാരൻസൊക്കെ വന്നു. ആരും അകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ, താഴെ വന്നിട്ട് അങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും നേരം എന്താ പറയുക, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയായിരുന്നു വീട്. നിറച്ച് കുട്ടികളും മാഷാ അല്ലാഹ് എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അങ്ങനെ അവരൊക്കെ പോയി. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഹാസിമ നല്ല ഉറക്കമായിട്ടാണ്. അപ്പോൾ എന്തായാലും അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ചാടി കയറി. ഇതുവരെ എത്തിയിട്ടില്ല. ഹംദാനും ആറൂനൊക്കെ വീട്ടിലുണ്ട്, ഹാസിമ ഉറക്കവുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അജ്മാനിലാണ് കേട്ടോ ഹോസ്പിറ്റൽ. അങ്ങനെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. ബേബീനെയൊക്കെ കണ്ടു, ഒരുപാട് സന്തോഷമായി. അജ്മാനിൽ തന്നെ കുറച്ച് അകത്തേക്കായിരുന്നു കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ. നമ്മൾ ഫസ്റ്റ് ടൈമാണിത് കാണുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ചൊന്ന് കറങ്ങി. അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ 2-3 റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.